ഹായ് എവരിവൺ, വെൽക്കം ടു ലക്ഷ്യ. മൈ നെയിം ഈസ് അനുരാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഇന്ന് വളരെ വിശദമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്? നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ടാഗ് ചെയ്യുന്ന, ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ടാഗ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, ടാഗ് ചെയ്യുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനെ, ഒരു ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ്. നോക്കൂ, ഈ എക്സാമ്പിൾ നോക്കൂ. ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ അദ്ദേഹം ഒരു ഡോക്ടറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഹി ഈസ് എ ഡോക്ടർ. നോക്കൂ, ടാഗ് നോക്കൂ, എന്താണ്? ഈസിൻഡ് ഹി, അല്ലേ, അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി, അദ്ദേഹം ഒരു ഡോക്ടറാണ് അല്ലേ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഈ സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇവിടെ കാണാം നിങ്ങൾക്ക്, ഈസും മറ്റൊന്ന് ഹി. ഈസിൻ്റെ നെഗറ്റീവാണ് ഈസിൻ്റെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ഈസും ഹിയും? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. ആദ്യം, ഈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു ഓക്സിലറി വെർബാണ്. എന്താണ് ഓക്സിലറി വെർബ്? ഓക്സിലറി വെർബിൻ്റെ മറ്റൊരു പേര് കേട്ടാൽ നിങ്ങൾക്കറിയാം, ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് ആരെ ഹെൽപ്പ് ചെയ്യാൻ വരും? മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന വെർബിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ്. ഇവിടെ ടീച്ചിങ് എന്ന് പറയുന്ന വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു വെർബാണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷിൽ മൊത്തം 24 ഓക്സിലറി വെർബുകളാണുള്ളത്. 24 ഓക്സിലറി വെർബ്, 24 ഓക്സിലറി വെർബ്സ്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? ഓക്സിലറി വെർബുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഓക്സിലറി വെർബുകളെന്നും മോഡൽ ഓക്സിലറി വെർബുകളെന്നും. ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറി വെർബ്സ്? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്. ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡിഡ്. ഇതാണ് പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മോഡൽസ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ്സ്. അത് വില്ല്, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്. ഏതൊക്കെയാ? വില്ല്, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. മേ, മൈറ്റ്. ദെൻ മസ്റ്റ്, നീഡ്, ഡയർ. must, need, dare, then used to, ought to. used to, ought to. ഇത്രയുമാണ് ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. 24 ഓക്സിലറി വെർബുകൾ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ആ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താണ്? നോക്കൂ, ഹി ഈസ് എ ഡോക്ടർ. ഈസിൻഡ് ഹി എന്നാണ്. ഹി. എന്താണ് ഈ ഹി? ഹി എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. ഹി എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താ? നൗണിന് പകരം, നാമത്തിന് പകരം ഒരു സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ഏതൊക്കെയാണ് 7 എണ്ണം? 1 ഹി, 2 ഷീ, 3 ഇറ്റ്, ഹി, ഷീ, ഇറ്റ്, ദെൻ ഐ. ഹി, ഷീ, ഇറ്റ്, ഐ, ദെൻ യു, ദേ, വി. ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി. ഇതിനെയാണ് ഈ 7 പേഴ്സണൽ പ്രോനൗണുകളാണ് ഇംഗ്ലീഷിൽ ഉള്ളത്. ഇപ്പോൾ എൻ്റെ പേര് അനുരാജ്. എനിക്ക് പകരം ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോനൗൺ എന്ന് പറയുന്നത്, ഞാൻ സ്വന്തമായിട്ട് പറയുമ്പോൾ ഐ എന്ന് പറയും. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ചേട്ടൻ്റെ പേര് സുധീഷ് എന്നാണ്. ചേട്ടന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രോനൗൺ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ ഹി എന്ന് വിളിക്കും. അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം നിങ്ങളെ ഞാൻ, ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ ഇതിലേത് പ്രോനൗൺ ഉപയോഗിച്ച് വിളിക്കും? യു. നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പ്രോനൗൺ ആണ് വേ. നമ്മൾ മാറി നിന്നിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ, മറ്റൊരു കൂട്ടത്തെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള അവരെ പറയാൻ പറ്റുന്ന പ്രോനൗൺ ഏതാ ഇതിനകത്ത്? ദേ. ഒരു ലേഡി ഉണ്ടെങ്കിൽ അവരെ നോക്കി നമുക്ക് പറയാൻ പറ്റുന്ന പ്രോനൗൺ ഏതാ? ഷീ. ദേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെൻ, ഇതിന് നമുക്ക് പറയാവുന്നത് എന്താ? ഈ പ്രോനൗണിൽ ഏത് യൂസ് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് ഈ പ്രോനൗൺസിൽ? ഇറ്റ്. അപ്പോൾ ഇതാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നൗണിന് പകരം, നാമത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അടുത്ത് നമുക്കിതിൽ നോക്കേണ്ടത് നെഗറ്റീവ്സ് ഫോംസ് ആണ്. ഓക്സിലറി വെർബുകളുടെ നെഗറ്റീവ്സ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യണം. കാരണം നേരത്തെ ഞാനൊരു സെൻറ്റൻസ് എഴുതിയിരുന്നല്ലോ, അതിൽ ഈസിൻഡ് ഹി എന്നല്ലായിരുന്നു ആൻസർ. നോക്കൂ, ഏതാ? ഹി ഈസ് എ ഡോക്ടർ. ഈസിൻഡ് ഹി എന്നാണ് ആൻസർ വന്നത്. അവിടെ ഈസ് എന്നല്ല കിടക്കുന്നത്, ഈസിൻ്റെ. അതായത് ഈസിൻ്റെ നെഗറ്റീവാണ് എന്ത് പറയുന്നത്? ഈ ഈസിൻ്റെ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബുകളുടെ നെഗറ്റീവ് ഫോംസ് ആണ് നോക്കുന്നത്. ആദ്യം ആം. ആമിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ദേ ആറിൻ്റ് ആണ്. അതായത് എന്താണ് ഇൻറ്റ്? എൻ അപ്പോസ്ട്രോഫി ടി. എൻ അപ്പോസ്ട്രോഫി ടി. നോക്കൂ, അതായത് നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഏതാണ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ്, കൺട്രാക്ഷൻ ആണ് ഇൻറ്റ്. അതിലെ ഓ കളഞ്ഞിട്ട് എൻ അപ്പോസ്ട്രോഫി ടി, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ എല്ലാ ഓക്സിലറി വെർബുകൾക്കൊപ്പവും ഇൻറ്റ് ചേർക്കുമ്പോൾ എന്തായിട്ട് മാറും? അതാണ് നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ആമിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആറിൻ്റെ ആണ്. ഈസിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈസിൻ്റെ ആണ്. ആറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആറിൻ്റെ ആണ്. വാസിൻ്റെ നെഗറ്റീവ് വാസിൻ്റെ ആണ്. വേറിൻ്റെ നെഗറ്റീവ് വേറിൻ്റെ ആണ്. ദെൻ ഡു, ഡോണ്ട്. ഡൂവിൻ്റെ നെഗറ്റീവ് ഡോണ്ട് ആണ്, ഡോണ്ട്. DON അപ്പോസ്ട്രോഫി ടി. ഡസിൻ്റെ നെഗറ്റീവ് ഡസിൻ്റെ. ദെൻ ഡിഡിൻ്റെ നെഗറ്റീവ് അതുപോലെ തന്നെ ഡിഡിൻ്റെ ആണ്. ഡിഡിൻ്റെ നെഗറ്റീവ് എന്താണ്? ഡിഡിൻ്റെ ആണ്. ഇത്രയാണ് പ്രൈമറി ഓക്സിലറി വെർബുകളുടെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. വ്യക്തമായി കാണും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആമാണ്. ആം എക്സാമിന് ചോദിക്കും. അതായത് ഇതിൻ്റെ ഓപ്ഷനിൽ ഉറപ്പായിട്ടും ആമിൻ്റെ കാണും, എഴുതരുത്, തെറ്റാണ്. ആമിൻ്റെ നെഗറ്റീവ് പ്രത്യേകം പഠിച്ചു വെക്കുക, ആറിൻ്റെ ആണ്. നോക്കൂ, അടുത്ത് നമ്മൾ മോഡൽ ഓക്സിലറി വെർബുകളുടെ നെഗറ്റീവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദേ വില്ലിൻ്റെ നെഗറ്റീവ് എന്താ? വോണ്ട് ആണ്. വില്ലിൻ്റെ അല്ല, തെറ്റാണ്. ഓപ്ഷനിൽ ഉറപ്പായിട്ടും വില്ലിൻ്റെ കാണും, എഴുതരുത്. വില്ലിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വോണ്ട് ആണ്. അടുത്ത് നോക്കൂ, ഷോളിൻ്റെ നെഗറ്റീവും നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഷോളിൻ്റെ എന്ന് എഴുതി വെക്കാം, എഴുതരുത്. ഷോളിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഷോണ്ടാണ്. ഷോളിൻ്റെ നെഗറ്റീവ് എന്താണ്? ദേ ഷോണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വുഡ് നോക്കൂ. വുഡിൻ്റെ നെഗറ്റീവ് അതുപോലെ തന്നെ എളുപ്പമാണ്, വുഡിൻ്റെ. ഷുഡ് വന്നാൽ എന്താണ്? ഷുഡിൻ്റെ. ഷുഡ് എന്താണ്? ഷുഡിൻ്റെ. ഷുഡിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഷുഡിൻ്റെ ആണ്. ദെൻ മേയുടെ നെഗറ്റീവ് വളരെ എളുപ്പമാണ്, മെയിൻറ്റ്. മേയുടെ നെഗറ്റീവ് മെയിൻറ്റ്. ദെൻ മൈറ്റിൻ്റെ നെഗറ്റീവ് ഇതേ കിടക്കുന്നു, മൈറ്റിൻ്റെ നെഗറ്റീവ് എന്താണ്? മൈറ്റിൻറ്റ്. ദെൻ നോക്കൂ, മസ്റ്റ്. അടുത്തത് ഏതാ? മസ്റ്റിൻ്റെ നെഗറ്റീവ് ഏതാ? അടുത്ത നോക്കൂ, മസ്റ്റിൻ്റെ ആണ്. മസ്റ്റിൻ്റെ നെഗറ്റീവ് എന്താണ്? മസ്റ്റിൻറ്റ്. ദെൻ നീഡ്. അടുത്തത് നീഡാണ്. നീഡിൻ്റെ നെഗറ്റീവ് നീഡിൻ്റെ ആണ്. നീഡിൻ്റെ നെഗറ്റീവ് എന്താ? നീഡിൻ്റെ. ദെൻ ഡയറിൻ്റെ നെഗറ്റീവ് ഡയറിൻ്റെ. യൂസ്ഡ്. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള മറ്റൊരെണ്ണമാണ്, PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. യൂസ്ഡ് ടുവിൻ്റെ നെഗറ്റീവ് ഡിഡിൻ്റെ ആണ്. യൂസ്ഡ് നെഗറ്റീവ് വ്യക്തമായി പഠിക്കുക. യൂസ്ഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിഡിൻ്റെ ആണ്. അതുപോലെ ഔട്ടുവിൻ്റെ നെഗറ്റീവ് എന്താ? ഔട്ടുവിൻ്റെ നെഗറ്റീവ് ഔട്ടിൻറ്റ്. 2 കളഞ്ഞാൽ മതി. ഔട്ടുവിൻ്റെ നെഗറ്റീവ് ഔട്ടിൻറ്റ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കൂ, പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ആം തെറ്റാൻ ചാൻസ് ഉണ്ട്. ആമിൻ്റെ നെഗറ്റീവ് ആറിൻ്റെ ആണ്. അതുപോലെ തന്നെ നോക്കൂ, ഷോളിൻ്റെ നെഗറ്റീവ് ഷോണ്ടാണ്. ഷോളിൻ്റെ നെഗറ്റീവ് എന്താണ്? ഷോണ്ടാണ്. ദെൻ അതുപോലെ യൂസ്ഡ് ടു തെറ്റാൻ ചാൻസ് ഉണ്ട്. യൂസ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിഡിൻ്റ് ആണ്. ഔട്ടുവിൻ്റെ നെഗറ്റീവ് ഔട്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നെഗറ്റീവ് വേർഡ്സ്. എന്താണ് നെഗറ്റീവ് വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിലുള്ള പ്രാധാന്യം? അതായത് ഈ നെഗറ്റീവ് വേർഡ്സ് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ടറിയണം, ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് നഷ്ടമാകും. നോക്കൂ, ഏതൊക്കെയാണ് ആ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്? നോ, നോട്ട്, നൺ, നത്തിങ്. ഏതൊക്കെയാണ്? നോ, നോട്ട്, നൺ, നത്തിങ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തെറ്റും. നോ, നോട്ട്, നൺ, നത്തിങ്. ദെൻ നെവർ, നൈദർ, നോർ. ഏതാണ്? നെവർ, നൈദർ, നോർ. നോ, നോട്ട്, നൺ, നത്തിങ്. നെവർ, നൈദർ, നോർ. ദെൻ നോ വൺ, നോബഡി. ദെൻ നോ വൺ, നോബഡി. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. ഏതൊക്കെയാണ്? ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫ്യൂ, ലിറ്റിൽ, സെൽഡം. ഏതൊക്കെയാണ്? ഫ്യൂ, ലിറ്റിൽ, സെൽഡം. ഇത് വ്യക്തമായി പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് ഓർമ്മ വേണം. നെഗറ്റീവ് വേർഡ്സ്. സിംഗുലർ, പ്ലൂറൽ ആൻഡ് പാസ്റ്റ് ഫോം ഓഫ് വെർബ്സ് എന്താണ്? അതായത് ഒരു മെയിൻ വെർബ് കിട്ടിക്കഴിഞ്ഞാൽ ആ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേണ്ടതാണ് വെർബിൻ്റെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും അതുപോലെ തന്നെ V2 ഫോമും. നോക്കൂ, വെർബിനൊപ്പം എസ് ഉണ്ടെങ്കിൽ അത് സിംഗുലർ വെർബാണ്.
വെർബിനൊപ്പം വ്യക്തമായി പഠിക്കുക, വെർബിനൊപ്പം എസ് ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആണ്, എസ് ഇല്ലെങ്കിൽ അതെന്താണ്? പ്ലൂറൽ ആണ്. എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ ആണ്. നമുക്ക് തെറ്റിപ്പോകാം. നമുക്ക് നൗണിനോടൊപ്പം നമ്മൾ എസ് ചേർക്കും, പെൻ, പെൻസ്. പെന്നിനൊപ്പം എസ് ഇട്ടാൽ പെൻസ് ആണ്. പക്ഷേ ഇത് എന്താണ്? വെർബ് അല്ല, ഇത് നൗൺ ആണ്. നൗണിനോടൊപ്പം എസ് ഇട്ടാൽ പ്ലൂറൽ ആവും. അതേസമയം അതിന് ഓപ്പോസിറ്റ് ആണ് വെർബ്. വെർബിനൊപ്പം എസ് വന്നാൽ എന്താണ്? സിംഗുലർ ആണ്. ഈ എസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എസ് മാത്രമല്ല, നിങ്ങൾ സ്റ്റഡി എന്ന വെർബ് എടുത്ത് നോക്കൂ, അവിടെ IES വരും, സ്റ്റഡീസ് അല്ലേ. അതുപോലെ തന്നെ ഗോ എടുക്കൂ, GOES, ഗോസ് എന്ന വെർബാണ്, അത് സിംഗുലർ ആണ്. ES ആണ് അവിടെ വരുന്നത്, ആണല്ലോ. അപ്പോൾ എസ് എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഓർത്ത് വെച്ച് എസ് ഉണ്ടാവും. എസ് ഉണ്ടെങ്കിൽ അതെന്താണ്? സിംഗുലർ ആണ്. എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ ആണ്. ദെൻ അടുത്ത് നോക്കൂ, ഏറ്റ്, അത് ഈറ്റിൻ്റെ V2 ഫോമാണ്. ഈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ V2 ആണ് എന്ത്? ഏറ്റ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ, ഇതാണ് 3 ഫോം. അതിൽ ഈറ്റിൻ്റെ V2 ആണ് ഏത്? ഏറ്റ്. ഓക്കെ, അടുത്ത് ഡിസ്കസ് ചെയ്ത് നോക്കിയേ, എങ്ങനെ നമുക്ക് ഒരു മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബുകൾ എല്ലാ മെയിൻ വെർബുകൾക്കുള്ളിലും ഉണ്ടാകും. അതിലേതെങ്കിലും ഒന്ന്, ഡു, ഡസ്, ഡിഡ് എന്നീ ഓക്സിലറി വെർബുകളിൽ ഏതെങ്കിലും ഒന്ന് എല്ലാ മെയിൻ വെർബുകൾക്കുള്ളിലും ഉണ്ടാകും. അതിനെ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തെടുക്കും? മെയിൻ വെർബിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പുറത്തെടുക്കും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഓക്സിലറി വെർബും 2 പ്രോനൗണും. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് വെച്ചേ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റൂ. ഓക്സിലറി വെർബ് വെച്ച് മാത്രമേ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മെയിൻ വെർബ്, ഓക്സിലറി വെർബ് ഒരു സെൻറ്റൻസിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിലറി വെർബ് അതിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഓക്സിലറി വെർബ് ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മെയിൻ വെർബിൽ നിന്ന് നമുക്ക് ഓക്സിലറി വെർബ് എടുക്കേണ്ടി വരും. നോക്കൂ, ഈറ്റ്സ് എന്ന് പറയുന്ന സിംഗുലർ വെർബ്, അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഏതാ? ഡസ്. അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഏതാ? ഡസ്. അതായത് എസ് ഉള്ള വെർബ്, സിംഗുലർ ഫോം ഓഫ് വെർബ്, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡസ് ആണ്. ഓക്കെ, ദെൻ ഈറ്റ് നമുക്കറിയാം പ്ലൂറൽ വെർബാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡു ആണ്. പ്ലൂറൽ വെർബിനെ, എസ് ഇല്ലാത്ത വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡു ആണ്. ദെൻ ഏറ്റ് നോക്കൂ, ഏറ്റ് എന്താണ്? V2 അല്ലേ. V2വിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഏത് V2 ഫോമും ആയിക്കോട്ടെ, വെർബിൻ്റെ ഏത് V2 ഫോമും ആയിക്കോട്ടെ, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഡിഡ് കിട്ടും. V2വിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡ് കിട്ടും. അപ്പോൾ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എസ് ഉള്ള വെർബിനെ, സിംഗുലർ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡസ് ആണ്. എസ് ഇല്ലാത്ത വെർബിനെ, പ്ലൂറൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡു ആണ്. അതേസമയം V2 ഫോം ഓഫ് വെർബ്, അത് ഏത് V2 ആയാലും ഡിഡ് ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കൂ, ഗോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ്, പ്ലൂറൽ അല്ലേ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. അടുത്ത് നോക്കൂ, ഗോസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. എസ് ഉണ്ട്, സിംഗുലർ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡസ് കിട്ടും. ഇനി വരുന്നത് ഇതിൻ്റെ V2, ഗോയുടെ V2. എന്താണ് ഗോയുടെ V2 എന്ന് പറയുന്നത്? വെൻ്റ് ആണ്. ഗോയുടെ V2 വെൻ്റ് ആണ്. വെൻറ്റിനെ സ്പ്ലിറ്റ്, ഞാൻ പറഞ്ഞു ഏത് V2 ആയിക്കോട്ടെ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് കിട്ടും. അപ്പോൾ ഒരു മെയിൻ വെർബിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓക്സിലറി വെർബ് എടുക്കാം എന്ന് പഠിച്ചു. അടുത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള ഒരു പോർഷൻ അല്ല, പക്ഷേ ഇതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിതിവിടെ വ്യക്തമാക്കുകയാണ്. നോക്കൂ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്താണ്? നമ്മളത് പഠിക്കും വിശദമായിട്ട്. ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്നൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, നമ്മളത് പഠിക്കും. നോക്കൂ, എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂറൽ വെർബ്. എന്താണിത്? അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് വെർബ് തന്നെ നമ്മൾ എഴുതണം? സിംഗുലർ വെർബ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലേ എഴുതാൻ പാടുള്ളൂ. ഇത് ഇംഗ്ലീഷിൻ്റെ ബേസ് ആണ്. നമ്മൾ എല്ലായിടത്തും എല്ലാ ഗ്രാമർ ടോപ്പിക്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബ് സിംഗുലർ എഴുതണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ എഴുതണം. നോക്കാം. അതിനു മുമ്പ് നോക്കൂ, ഈ ഓക്സിലറി വെർബ് നിങ്ങൾ നേരത്തെ കണ്ട ഓക്സിലറി വെർബുകളാണ്, പ്രൈമറി ഓക്സിലറി വെർബുകളാണ് ഈ കിടക്കുന്നത്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഡസ്, ഡു, അതുപോലെ തന്നെ ഹാഡ്, ഡിഡ്, ഇതെല്ലാം പ്രൈമറി ഓക്സിലറി വെർബ് അല്ലേ? ആണ്. ഇതിനകത്ത് ഈ സെന്റർ പോർഷനിൽ കിടക്കുന്നത് ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഡസ്, ഡു. ഇതിൽ സിംഗുലറും പ്ലൂറലും ഉണ്ട്, നമുക്കറിയാം. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആർ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറൽ ആണ്, വാസ് സിംഗുലർ ആണ്, വെയർ പ്ലൂറൽ ആണ്, ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്, ഡു അതിൻ്റെ പ്ലൂറൽ ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു കഴിഞ്ഞു. ഒരു മെയിൻ വെർബ് കണ്ടാൽ എങ്ങനെ സിംഗുലറും പ്ലൂറലും എന്ന് മനസ്സിലാക്കും എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്രൈമറി ഓക്സിലറി വെർബുകളിൽ ഏതൊക്കെയാണ് സിംഗുലർ ഏതൊക്കെയാണ് പ്ലൂറൽ എന്നും പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, ഈ പോർഷനിൽ കാണുന്നതാണ് നേരത്തെ മുൻപ് ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നുള്ളത്. അതായത് നോക്കൂ, നമ്മുടെ ആദ്യം ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹി, ഷീ, ഐ, യു, ദേ, വി. എന്താണിതൊക്കെ? പേഴ്സണൽ പ്രോനൗൺസ് ആണ്, നമ്മൾ പഠിച്ചതാണ് ആണല്ലോ. ഇതിനകത്ത് സിംഗുലറും പ്ലൂറലും ഉണ്ട്. നോക്കൂ, ഹി എന്ന് പറയുന്ന സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. ഷീ നിങ്ങൾക്കറിയാം സിംഗുലർ ആണ്. അതുപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഏതാണ്? ഇറ്റ്. ഏതാണ്? ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നതും സിംഗുലർ ആണ്. ഇറ്റും എന്താണ്? സിംഗുലർ ആണ്. അതുപോലെ നോക്കൂ, ഐ എവിടെ നിൽക്കട്ടെ, യു, ദേ, വി. അറിയാം പ്ലൂറൽ ആണ്. ഇതിനൊപ്പം പ്ലൂറൽ വെർബേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദേയും വിയും യു ഒക്കെ ആണല്ലോ. ദെൻ അപ്പോൾ നോക്കൂ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. അതിനൊപ്പം നമ്മൾ എന്ത് വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിംഗുലർ. അപ്പോൾ നേരത്തെ കണ്ടല്ലോ, ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. നമ്മൾ എങ്ങനെ പറയും? ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഓക്കെ, സോറി, ഇത് വി അല്ല, വാസ് ആണ്. വാസ് ആണ്. അപ്പോൾ എങ്ങനെ പറയും? ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. അതുപോലെ തന്നെയാണ് ഹാസും ഡസും പറഞ്ഞാലും. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇത് മൂന്നും സിംഗുലർ ആയതുകൊണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് എന്ത് വെർബ് എഴുതി? സിംഗുലർ വെർബ്. ഓക്കെ, അതുപോലെ നോക്കൂ, യു, ദേ, വി. ഇതിനൊപ്പം എന്താണ് എഴുതേണ്ടത്? പ്ലൂറൽ ആണ്. അതിനൊപ്പം എന്ത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കൂ, ആറ്, വെയർ, ഹാവ്, ഡു എല്ലാം പ്ലൂറൽ അല്ലേ? സിംഗുലർ എഴുതാൻ പറ്റുമോ ഇതിനൊപ്പം? ഇല്ല. നോക്കൂ, മെയിൻ വെർബാണ് ഈ അവസാനം കാണുന്നത്. നമ്മൾ ഓക്സിലറി വെർബ് എഴുതിയ പോലെ തന്നെ മെയിൻ വെർബും ഇതുപോലെ സിംഗുലറും പ്ലൂറലും എഴുതും. ഏത്? സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ്. നോക്കൂ, ഹി, ഷീ, ഇറ്റ്. അതിനൊപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? സിംഗുലർ അല്ലേ? ഈറ്റ്സ് എന്ന് പറയുന്ന സിംഗുലർ അല്ലേ? അതെ, കറക്റ്റ് ആണ്. ദെൻ യു, ദേ, വി. അതിനൊപ്പം നമ്മൾ എന്താണ് എഴുതേണ്ടത്? പ്ലൂറൽ വെർബ് അല്ലേ എഴുതേണ്ടത്? ഈറ്റ് പ്ലൂറൽ വെർബാണ്. മനസ്സിലായല്ലോ? ഐയുടെ കാര്യം വരുമ്പോൾ ഐയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഐക്കൊപ്പം നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഐക്കൊപ്പം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഐക്കൊപ്പം യൂസ് ചെയ്യേണ്ട ഒരേ ഒരു സിംഗുലർ ഓക്സിലറി വെർബാണ് വാസ്. ഐക്കൊപ്പം യൂസ് ചെയ്യേണ്ട ഒരേ ഒരു സിംഗുലർ ഓക്സിലറി വെർബാണ് വാസ്. ഓർത്ത് വെക്കുക. ദെൻ ഐക്കൊപ്പം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ് ആം. ബാക്കി നിങ്ങൾ ഐക്കൊപ്പം എന്തെഴുതിയാലും പ്ലൂറൽ ആയിരിക്കും. ഐ ഹാവ്, ഐ ഡു. അതുപോലെ തന്നെ നോക്കൂ, ഈറ്റ്, ഈറ്റ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂളുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ടാഗ് ചെയ്യുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, ടാഗ് ക്വസ്റ്റ്യൻ. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഓക്സിലറി വെർബ്, രണ്ട് പ്രോനൗൺ. നോക്കൂ, ഒന്നാമത്തെ റൂൾ, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കണം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ, വ്യക്തമായി മനസ്സിലാക്കുക, തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് ഉപയോഗിച്ച് ടാഗ് എഴുതണം. തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് ഉപയോഗിച്ച് തന്നെ ടാഗ് എഴുതണം. ഇനി ഇല്ലെങ്കിൽ, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ, നോക്കൂ, ഇഫ് ദർ ഈസ് നോ ഓക്സിലറി വെർബ് ഇൻ എ ഗിവൺ സെൻറ്റൻസ്, തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ, ടേക്ക് ദ മെയിൻ വെർബ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓക്സിലറി വെർബിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് വെച്ച് ടാഗ് എഴുതണം. തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഡയറക്റ്റ് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് എടുത്ത് വേണം ടാഗ് എഴുതാൻ. ഓക്കെ, മനസ്സിലായല്ലോ? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സിലറി വെർബ്സ് ആണ് ഡു, ഡസ്, ഡിഡ്. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം എ ഫിഷർമാൻ. ആദ്യം നോക്കേണ്ടത് ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്റൻസ്, തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. നോക്കൂ, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. നമ്മൾ പഠിച്ച നെഗറ്റീവ് വേർഡുകളിൽ ഞാൻ പറഞ്ഞു, വ്യക്തമായി പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു, ആ നെഗറ്റീവ് വേർഡുകളിൽ ഏതെങ്കിലും ഒന്നിവിടെ ഉണ്ടോ? ഇല്ല. യെസ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച 24 ഓക്സിലറി വെർബിൽ ദേ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ആമാണ് ഈ സെൻറ്റൻസിലെ ഓക്സിലറി വെർബ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് ഉപയോഗിച്ച് ടാഗ് എഴുതണം. നമുക്കറിയാം ഈ സെൻറ്റൻസ്
പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്ത് എഴുതും? നെഗറ്റീവ്. അപ്പോൾ ഈ ഓക്സിലറി വെർബിനെ നെഗറ്റീവ് ആക്കി എഴുതുക. ആമിൻ്റെ നെഗറ്റീവ് പഠിച്ചതാണ്. പറയൂ, ആമിൻ്റെ നെഗറ്റീവ് ഏതാണ്? ആറിൻ്റ്. ആമിൻ്റെ നെഗറ്റീവ് ആറിൻ്റ്. ആറിൻ്റ് എന്ന് എഴുതിയിട്ട് ഇനി എഴുതേണ്ട എന്താണ്? പ്രോനൗൺ അല്ലേ വേണ്ടത്? സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ ഏത് പ്രോനൗൺ ആണോ ആറിൻ്റ് എന്ന് എഴുതിയ ശേഷം ഇനി നോക്കേണ്ടത് പ്രോനൗൺ ആണ്. പ്രോനൗൺ അല്ലേ അടുത്ത് വരേണ്ടത്? സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഏത് പ്രോനൗൺ ആണോ കിടക്കുന്നത് അതിനെ അതുപോലെ എഴുതി വെക്കുക. നമ്മുടെ ആൻസർ ആറിൻ്റ് ആയി. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഐ ആം നോട്ട് എ കൺവിക്റ്റ്. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്, നെഗറ്റീവ് ആണ്. നമ്മൾ പഠിച്ചൊരു വേർഡ്, നെഗറ്റീവ് വേർഡ് ഇവിടെ കിടപ്പുണ്ട്, നോട്ട്. അപ്പോൾ ഈ നോട്ട് കണ്ടോ മനസ്സിലായി, സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരണം? പോസിറ്റീവ് ടാഗ്. ഓക്സിലറി വെർബ് ഉണ്ടോ ഈ സെൻറ്റൻസിൽ? ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. ആം. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് എഴുതണം. അതായത് ആ ഓക്സിലറി വെർബ് തന്നെയാണ് പോസിറ്റീവ്. ഏതാണ്? ആം. ആമിന് അതുപോലെ എഴുതുക. ആം ആദ്യം കിടക്കുന്ന പ്രോനൗൺ അതുപോലെ എഴുതുക, ഐ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഷീ യൂസ്ഡ് ഇറ്റ് ടു ഡാൻസ് വെൽ ഇൻ ഹെർ സ്കൂൾ ഡേയ്സ്. ഷീ യൂസ്ഡ് ഇറ്റ് ടു ഡാൻസ് വെൽ ഇൻ ഹെർ സ്കൂൾ ഡേയ്സ്. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരണം? നെഗറ്റീവ്. അതാദ്യം ഫിക്സ് ചെയ്യുക. നമ്മുടെ ടാഗ് നെഗറ്റീവ് വരും. ദെൻ ഓക്സിലറി വെർബ് ഉണ്ടോ? ഉണ്ട്. യൂസ്ഡ് ടു, നമ്മൾ പഠിച്ച യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ യൂസ്ഡ് ടുവിനെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. യൂസ്ഡ് ടുവിൻ്റെ നെഗറ്റീവ് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. യൂസ്ഡ് ടുവിൻ്റെ നെഗറ്റീവ് എന്താണ്? യെസ്, ഡിഡിൻറ്റ്. എന്താണ്? ഡിഡിൻറ്റ്. 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 ദേ ഇനി ആദ്യം കിടക്കുന്ന പ്രോനോൺ ഇത്. ആദ്യം കിടക്കുന്ന ആ പ്രോനോൺ അതുപോലെ എഴുതുക, ഡിഡിൻറ്റ് ഷീ. ഡിഡിൻറ്റ് ഷീ. അതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. മോഹൻ ഹാസ് നെവർ ബീൻ ടു ഡൽഹി ബിഫോർ. മോഹൻ ഹാസ് നെവർ ബീൻ ടു ഡൽഹി ബിഫോർ. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? യെസ്, നെഗറ്റീവ് ആണ് അല്ലേ? നെവർ. ഇതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായിട്ട് ആ നെഗറ്റീവ് വേർഡ് പഠിച്ചു വെക്കണം. കണ്ടാൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പിക്കുക. ഈ സെൻറ്റൻസ് അപ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ്. ടാഗ് എന്ത് വരും? പോസിറ്റീവ്. രണ്ടാമത് നോക്കേണ്ട ഓക്സിലറി വെർബ് ഉണ്ടോന്നാണ്. ഉണ്ട്. ഹാസ് ഉണ്ട്. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് വെച്ചാണ് ടാഗ് എഴുതേണ്ടത്. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഹാസ്. അടുത്ത് എന്താ എഴുതേണ്ടേ? പ്രോനൗൺ വേണ്ടേ? ആദ്യം കിടക്കുന്ന നൗൺ അല്ലേ മോഹൻ, അതിന് നമ്മൾ പ്രോനൗൺ ആക്കുന്നു. മോഹന് പകരം എഴുതാൻ പറ്റിയ പ്രോനൗൺ ഏതാ? ഹി. ഹി ആണ്. അപ്പോൾ ആൻസർ ഹാസ്, ഹി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. യുവർ സൺ ഹാസ് പ്രോമിസ്ഡ് ഇറ്റ് ടു കോൾ മീ. യുവർ സൺ ഹാസ് പ്രോമിസ്ഡ് ഇറ്റ് ടു കോൾ മീ. സെൻറ്റൻസ് ആദ്യം നോക്കേണ്ട പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെൻറ്റൻസ് നമുക്കറിയാം പോസിറ്റീവ് ആണ്. ഇതിനകത്ത് നെഗറ്റീവ് വേർഡ് ഇല്ല, അപ്പോൾ ടാഗ് നെഗറ്റീവ് വരും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ്. ഉണ്ട്. ഏതാണ്? ഹാസ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഹാസിനെ നമ്മൾ ഹാസിൻ്റെ ആക്കി മാറ്റും. ഹാസിനെ ഹാസിൻ്റെ ആക്കും. ദെൻ നമുക്ക് വേണ്ടത് പ്രോനൗൺ ആണ്. എവിടെയാ പ്രോനൗൺ? ഇവിടെ. ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കൂ, യുവർ സൺ. യുവർ സൺ അതാണ് സബ്ജക്റ്റ്. യുവർ സൺ എന്ന് പറയുമ്പോൾ മെയിലല്ലേ? അപ്പോൾ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിയ പ്രോനൗൺ ഏതാ? അതെ, ഹി. ഏതാണ്? ഹി. ഹാസിൻ്റെ ഹി. അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. വി വെന്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. വി വെന്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആദ്യം നോക്കേണ്ടത് അതാണ്. പോസിറ്റീവ് ആണ്. നെഗറ്റീവ് വേർഡൊന്നുമില്ല. രണ്ടാമത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഡയറക്റ്റ് അവിടെ ഉണ്ടോ? ഉണ്ടോ? ഈ സെൻറ്റൻസിൽ ഡയറക്റ്റ് നമ്മൾ പഠിച്ച 24 ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു. ഇല്ലെങ്കിൽ മെയിൻ വെർബിൽ നിന്ന് ഓക്സിലറി വെർബ് എടുക്കണം. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് എടുക്കണം. ഏതാണ് ഇവിടുത്തെ മെയിൻ വെർബ് ഈ സെൻറ്റൻസിലെ? വെന്റ്. ടു വിസിറ്റ് ഒന്നും എടുക്കരുത്. ടു ചേർന്ന് വരുന്നത് വെർബ് ഒരിക്കലും മെയിൻ വെർബ് അല്ല. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് വെന്റ് ആണ്. എന്താണ് വെന്റ് എന്ന് പറയുന്നത്? ഇവിടെ വീട്ടു അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീട്ടുവിനെ ഞാൻ പറഞ്ഞു, ഏത് വീട്ടു ആയിക്കോട്ടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കിട്ടും. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഡിഡിനെ നമ്മൾ എന്താക്കും? ഡിഡിൻ്റെ ആക്കും. ദെൻ ആദ്യം കിടക്കുന്ന പ്രോനൗൺ വി. അതുപോലെ എഴുതും. ആൻസർ ഡിഡിൻ്റെ വി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹി നോസ് നോബഡി ഇൻ ദ കോളനി. ഹി നോസ് നോബഡി ഇൻ ദ കോളനി. നമുക്കറിയാം സെൻറ്റൻസ് ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. നോബഡി. യെസ്, ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. നോബഡി വന്നു. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരണം? പോസിറ്റീവ് ടാഗ് വരണം. രണ്ടാമത് നോക്കേണ്ടത് ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ്. ഉണ്ടോ? ഇല്ല. ദെൻ മെയിൻ വെർബിലേക്ക് പോവും. നോസ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. എസ് ഉള്ള വെർബാണ്. സിംഗുലർ വെർബാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സിലറി വെർബ് എന്താണ്? ഡസ് അല്ലേ? ഡസ്. ഡസ്. ദെൻ സെൻറ്റൻസ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഈ ഡെസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെസ്സിൻ്റെ ആക്കുമോ? എന്നാൽ നിങ്ങളുടെ മാർക്ക് പോയി. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡെസ്സിനെ അതുപോലെ എഴുതുക. ദെൻ എന്ത് ചെയ്യും? ആദ്യം കിടക്കുന്ന പ്രോൻ, ആദ്യം സെൻറ്റൻസിന് തുടക്കത്തിലുള്ള ഹി അതുപോലെ എഴുതും. നമ്മുടെ ആൻസർ എന്താണ്? ഡസ് ഹി. ഡസ് ഹി. ക്വസ്റ്റ്യൻ നമ്പർ 8. ദേ റയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ദേ റയർലി സ്പീക്ക് ഇംഗ്ലീഷ്. സെൻറ്റൻസ് നമുക്കറിയാം. ദേ റയർലി എന്ന വേർഡ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരും? പോസിറ്റീവ് ടാഗ് വരും.
അല്ലേ? ദെൻ ഓക്സിലറി വെർബ് ഡയറക്റ്റ് അവിടെ ഇല്ല, മെയിൻ വെർബിലേക്ക് പോകും. മെയിൻ വെർബ് സ്പീക്ക് ആണ്. സ്പീക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സ്പീക്ക് എന്നുള്ളത് എസ് ഇല്ലാത്ത വെർബാണ്, സ്പീക്സ് അല്ല ഇവിടെ ഉള്ളത്, സ്പീക്ക് ആണ്. അപ്പോൾ നമുക്കറിയാം കിട്ടുന്ന ഓക്സിലറി വെർബ് ഡു ആണ്. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്ത് വരും? പോസിറ്റീവ്. ആൻസർ ഡു. ദെൻ ദേ അതുപോലെ എഴുതും, ഡു ദേ. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹി റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഹി റെഡ്, ഞാനിത് റെഡ് എന്ന് വായിച്ചു. നിങ്ങൾ ഇതിനെ റീഡ് എന്ന് വായിച്ചേക്കാം. കാരണം റീഡിൻ്റെ 3 ഫോം, റീഡ്, റീഡ്, റീഡ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ റീഡിൻ്റെ V2 V3 എന്താണ്? റെഡ്, റെഡ് എന്നാണ് വായിക്കേണ്ടത്. റീഡ്, റെഡ്, റെഡ്. പക്ഷേ ഈ സെൻറ്റൻസ് കണ്ടിട്ട് നമ്മൾ എങ്ങനെ അറിയും ഇത് റെഡ് ആണെന്ന്? നിങ്ങൾ ഈ ഹീ കണ്ടിട്ട് റീഡ് എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും PSCക്ക് തെറ്റിയതായിരിക്കും, റീഡ്സ് അല്ലേ അവിടെ വരേണ്ടതെന്ന്. പക്ഷേ അവിടെ V1 ഫോം അല്ല കിടക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ അത് ഓർക്കണം, അത് റീഡ് അല്ല, റെഡ് ആണ്. ഓക്കെ, റെഡ് ആണ്, V2 ആണ്, V2 ആണ്. ഈ സെൻറ്റൻസ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് വരണം. റെഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിഡ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിനെ ഡിഡിൻ്റ് ആക്കുന്നു, ഡിഡിൻ്റ് ഹി. അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. ഈ സെൻറ്റൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പഠിച്ചതാണ്. സെൽഡം ഉണ്ട് അവിടെ, അപ്പോൾ ടാഗ് എന്ത് വരണം? പോസിറ്റീവ് വരണം. രണ്ടാമത് അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മെയിൻ വെർബായ അറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡസ് കിട്ടും, ഡസ്. ദെൻ പോസിറ്റീവ് ടാഗാണ്, നെഗറ്റീവ് ആക്കണ്ട. ഡസ്. രാമു, രാമുവിന് പകരം എഴുതാൻ പറ്റുന്ന ഓക്സിലറി വെർബ് ഏതാ? ഹീ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഡസ് ഹി. റൂൾ നമ്പർ 2. നമ്മൾ ഇതുവരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഏത് പ്രോനൗൺ ആണോ വന്നത് അതിനെ അതുപോലെ എഴുതിയിരുന്നു. എന്നാൽ ഈ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ഈ കിടക്കുന്ന വേർഡുകളിലാണെങ്കിൽ സമ്മൺ, സംബടി, എവരിവൺ, എവരിബഡി, ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ടാഗിലെ പ്രോനൗൺ എഴുതും? നോക്കൂ, സമ്മൺ, സംബടി, എവരിവൺ, എവരിബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി. ഏതൊക്കെയാണ്? സമ്മൺ, സംബടി, എവരിവൺ, എവരിബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി. ഇവ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ നമ്മൾ എഴുതേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത്, ആ സെൻറ്റൻസിൽ ടാഗിൽ എഴുതേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലൂറൽ ലിവിങ് ബീയിങ്സ്, പ്ലൂറൽ നോൺ ലിവിങ് തിങ്സ്. എന്താണ് പ്ലൂറൽ ലിവിങ് ബീയിങ്സും പ്ലൂറൽ നോൺ ലിവിങ് തിങ്സും? ജീവനുള്ളവയുടെ ബഹുവചനവും ജീവനില്ലാത്തവയുടെ ബഹുവചനവും. അതാണ് നിങ്ങളുടെ സെൻറ്റൻസിൽ വരുന്നതെങ്കിലും ദേ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ദേ യൂസ് ചെയ്യേണ്ടത്? സമ്മൺ, സംബടി, എവരിവൺ, എവരിബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി. ദെൻ പ്ലൂറൽ ലിവിങ് ബീയിങ്സ്, പ്ലൂറൽ നോൺ ലിവിങ് തിങ്സ്. വ്യക്തമായി പഠിച്ചു വെക്കുക. ഇവ വന്നാൽ ടാഗിൽ എഴുതേണ്ട പ്രോനൗൺ ദേ ആണ്. ദെൻ സം ഓഫ് യു, മോസ്റ്റ് ഓഫ് യു, ഓൾ ഓഫ് യു, നൺ ഓഫ് യു. ഇവയിലാണ് നിങ്ങളുടെ സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ടാഗിൽ എഴുതേണ്ട പ്രോനൗൺ യു ആയിരിക്കും. എന്താണ്? യു. അതുപോലെ തന്നെ സം ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, ഓൾ ഓഫ് അസ്, നൺ ഓഫ് അസ്. സം ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, ഓൾ ഓഫ് അസ്, നൺ ഓഫ് അസ്. ഇവയിലാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ടാഗിൽ എഴുതേണ്ട പ്രോനൗൺ വി ആണ്. അതുപോലെ തന്നെ ദേ പ്രോനൗണായി ഉപയോഗിക്കേണ്ട മറ്റ് സിറ്റുവേഷൻസ് നോക്കൂ. സം ഓഫ് ദം, മോസ്റ്റ് ഓഫ് ദം, ഓൾ ഓഫ് ദം. അതുപോലെ തന്നെ നൺ ഓഫ് ദം. സം ഓഫ് ദം, മോസ്റ്റ് ഓഫ് ദം, ഓൾ ഓഫ് ദം, നൺ ഓഫ് ദം. ദെൻ ബോത്ത് ഓഫ് ദം, ഐദർ ഓഫ് ദം, നൈദർ ഓഫ് ദം. ബോത്ത് ഓഫ് ദം, ഐദർ ഓഫ് ദം, നൈദർ ഓഫ് ദം. ഇവയിലാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ടാഗിൽ എഴുതേണ്ട പ്രോനൗൺ ദേ ആണ്. ഇത്രയും വ്യക്തമായി പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നോബഡി സോ ഇറ്റ്. നോബഡി സോ ഇറ്റ്. നോക്കൂ, ആദ്യം നോക്കേണ്ട ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. നോക്കൂ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോബഡി എന്ന വേർഡ് കണ്ടു, സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, സംശയമില്ല. അപ്പോൾ ടാഗ് പോസിറ്റീവ് വരും. രണ്ടാമത് ഓക്സിലറി വെർബ് ഉണ്ടോ ഇവിടെ? ഇല്ല. സോ എന്ന മെയിൻ വെർബിലേക്ക് പോവും. സോയെ സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സി എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം, അതായത് V2 ഫോമാണ് ഏത്? സോ എന്ന് പറയുന്ന. സിയുടെ 3 ഫോം, സി, സോ, സീൻ. സി, സോ, സീൻ. അപ്പോൾ ഇത് V2 അല്ലേ? V2വിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഡിഡ് ആണ്. V2വിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡിഡ് ആണ്. നോക്കൂ, സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്ന് നോബഡി അല്ലേ? അപ്പോൾ എന്ത് പ്രോനൗൺ ആണ് നമ്മൾ എഴുതേണ്ടത്? ദേ ആണ്. എന്താണ്? ദേ. അപ്പോൾ ആൻസർ ഡിഡ്, ദേ. ക്വസ്റ്റ്യൻ നമ്പർ 2. എവരിവൺ സ്റ്റുഡ് അപ്പ്. എവരിവൺ സ്റ്റുഡ് അപ്പ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വേർഡ് ഒന്നും ഇല്ല. ഓക്സിലറി വെർബും ഈ സെൻറ്റൻസിൽ ഇല്ല. മെയിൻ വെർബിലേക്ക് പോകും. സ്റ്റുഡ് അപ്പ്, സ്റ്റുഡ്. സ്റ്റാൻഡിൻ്റെ V2 ആണ് സ്റ്റുഡ് ആണല്ലോ. അപ്പോൾ ഡിഡ് കിട്ടും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഡ് ആണ് കിട്ടുന്നത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഡ് ആണ്.
സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിനെ നമ്മൾ ഡിഡിൻ്റ് ആക്കി മാറ്റും. ഡിഡിനെ എന്താക്കി മാറ്റും? ഡിഡിൻ്റ് ആക്കി മാറ്റും. എവരി വണ്ണിൽ ആരംഭിച്ചാൽ എന്ത് പ്രോനൗൺ ആണ് എഴുതേണ്ടത്? ദേ ആണ്. അപ്പോൾ ആൻസർ ഡിഡിൻ്റ് ദേ. Question number 3. Anyone can become a politician. Anyone can become a politician. ഈ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വേർഡില്ല. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. ഏതാണ്? ക്യാൻ. ക്യാൻ ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്യാനിനെ നമ്മൾ നെഗറ്റീവ് ആക്കും. ക്യാൻ്റെ നെഗറ്റീവ് കോണ്ട് ആണ്. കോണ്ട്. എനിവണ്ണിൽ ആരംഭിച്ചാൽ ഏത് പ്രോനൗൺ ആണ് എഴുതേണ്ടത്? എനിവണ്ണിൽ ആരംഭിച്ചാൽ പറയൂ. എനിവണ്ണിൽ ആരംഭിച്ചാൽ യെസ് ദേ ആണ് എഴുതേണ്ടത്. ആൻസർ കോണ്ട് ദേ. ക്വസ്റ്റ്യൻ നമ്പർ 4. മോസ്റ്റ് ഓഫ് ദം പാസ്ഡ് ദ ടെസ്റ്റ്. ചെയ്തു നോക്കൂ. മോസ്റ്റ് ഓഫ് ദം പാസ്ഡ് ദ ടെസ്റ്റ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് വരും. ഈ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ മെയിൻ വെർബിലേക്ക് പോവും. മെയിൻ വെർബ് പാസ്ഡ് ആണ്, V2 ആണ്. V2നെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിഡ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഡിഡിൻ്റ്. ഇനി വേണ്ടത് പ്രോനൗൺ ആണ്. മോസ്റ്റ് ഓഫ് ദെമ്മിലാണ് സെൻറ്റൻസ് ആരംഭിച്ചത്, അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതേണ്ട പ്രോനൗൺ നിങ്ങൾക്കറിയാം. ഏതാണ്? ദേ. ഡിഡിൻ്റ് ദേ ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. നൺ ഓഫ് അസ് കെപ്റ്റ് ക്വയറ്റ്. നൺ ഓഫ് അസ് കെപ്റ്റ് ക്വയറ്റ്. സെൻറ്റൻസ് നോക്കൂ. സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, നമുക്കറിയാം. നൺ എന്ന വേർഡ് വന്നു. സെൻറ്റൻസ് ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് വരും. രണ്ടാമത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല, ഡയറക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ മെയിൻ വെർബിലേക്ക് പോവും. കെപ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. കെപ്റ്റ് എന്ന് പറയുമ്പോൾ കീപ്പ്, കെപ്റ്റ്. കീപ്പിൻ്റെ 3 ഫോമാണ്. കീപ്പ്, കെപ്റ്റ്. ഇവിടെ കെപ്റ്റ് V2 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. ഡിഡ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, നൺ വന്നതുകൊണ്ട്. അപ്പോൾ ഡിഡ് മതി. നൺ ഓഫ് അസ്. നൺ ഓഫ് അസിലാണ് സെൻറ്റൻസ് തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ നൺ ഓഫ് അസിൽ സെൻറ്റൻസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഏത് പ്രോനൗൺ ആണ് ടാഗിൽ എഴുതേണ്ടത്? വി ആണ്. അപ്പോൾ ആൻസർ ഡിഡ് വി. Question number 6. Barking dog seldom bite. Barking dogs seldom bite. ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം സെൽഡം എന്ന നെഗറ്റീവ് വേർഡ് അവിടെ ഉണ്ട്. ഓക്സിലറി വെർബ് ഡയറക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ബൈറ്റ് എന്ന മെയിൻ വെർബിലേക്ക് പോകും. ബൈറ്റിനൊപ്പം എസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ഓക്സിലറി വെർബാണ് കിട്ടുന്നത്? ഡു ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡു എഴുതുന്നു. ഡു. സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് എന്ന് എഴുതണോ? വേണ്ട, ഡു മതി. ഇനി ഏത് പ്രോനൗൺ എഴുതും? നോക്കൂ. ബാർക്കിംഗ് ഡോഗ്സ് അല്ലേ സബ്ജക്റ്റ്. ബാർക്കിംഗ് ഡോഗ്സ് എന്ന് പറയുന്നത് ജീവനുള്ളതല്ലേ? ബാർക്കിംഗ് ഡോഗ്സ് ജീവനുള്ളവരുടെ ബഹുവചനം അല്ലേ? അപ്പോൾ ഏത് പ്രോനൗൺ നമ്മൾ പഠിച്ചേ? യെസ്, ദേ. അപ്പോൾ ആൻസർ ഡു ദേ ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ഇവിടെ നോക്കൂ. തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ ബാർക്കിംഗ് ഡോഗ്സ് ബൈറ്റും, രണ്ടാമത് വന്നപ്പോൾ ബൈറ്റ്സ്. എന്താ കാര്യം? പഠിച്ചു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. ബാർക്കിംഗ് ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു ഡോഗേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ബൈറ്റ്സ് എഴുതിയത്. തൊട്ട് മുമ്പ് ഡോഗ്സ് എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബൈറ്റ് എഴുതിയത്. ഓക്കെ, ഈ സെൻറ്റൻസിലെ ടാഗിലേക്ക് നോക്കാം. സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, സെൽഡം ഉണ്ട്. മുമ്പത്തെ പോലെ തന്നെ ബൈറ്റ്സ് ഡസ് ആണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡസ് കിട്ടുന്നു. ഡസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ്. ഡസ് തന്നെ മതി. ബാർക്കിംഗ് ഡോഗ് വന്നാൽ ഡസ് ഇറ്റ്. ഇതാണ് ആൻസർ.